9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കാനഡയിൽ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനവുമായി ഇന്ത്യ. ഇതിന്റെ ഭാഗമായി ഇന്ത്യ കാനഡയിൽ പുതിയ ഇന്ത്യൻ സ്ഥാനപതിയെ നിയമിച്ചു. ദിനേശ് കെ പട്നായിക്കാണ് ഇന്ത്യൻ അംബാസിഡറായി ചുമതലയേൽക്കുന്നത്. ഖാലിസ്ഥാൻ തീവ്രവാദി ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രസ്താവനയെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്. വാക്പോര് മുറുകിയതോടെ 2024 ഒക്ടോബറിലാണ് ഇന്ത്യ കാനഡയിലെ സ്ഥാനപതിയെ തിരികെ വിളിച്ചത്. തുടർന്ന് കഴിഞ്ഞ 9 മാസമായി കാനഡയിൽ ഇന്ത്യൻ സ്ഥാനപതി ഇല്ലായിരുന്നു. കനേഡിയൻ മണ്ണിൽ വെച്ച് നിജാറിനെ കൊല്ലപ്പെടുത്തിയതിന് പിന്നിൽ ഇന്ത്യയാണെന്നായിരുന്നു കനേഡിയൻ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണം. ഇത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഗുരുതരമായ നയതന്ത്ര സംഘർഷങ്ങൾക്കാണ് ഇടയാക്കിയത്. മാർക്ക് കാർണി പുതിയ പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയതോടെ ഇന്ത്യ കാനഡ ബന്ധം പൂർവ്വസ്ഥിതിയിലേക്ക് ആയേക്കുമെന്ന തരത്തിലുള്ള ചർച്ചകളും ഉണ്ടായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമനമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാനഡയിൽ പുതിയ ഇന്ത്യൻ സ്ഥാനപതി ദിനേശ് കെ പട്നായിക്കാണ് ചുമതലയേൽക്കുന്നത്. നിലവിൽ സ്പെയിനിലെ ഇന്ത്യൻ അംബാസിഡറായി സേവനമനുഷ്ഠിക്കുകയാണ് ദിനേശ് പട്നായിക്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.